ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അതും കുക്കറിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് റീഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഓയിലോ ഗീയോ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കടുക് നല്ലതുപോലെ പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവോളയും അതേപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്യാം. ഞാനിവിടെ 3 വലിയ സവോളയും അതേപോലെ തന്നെ 4 പച്ചമുളകുമാണ്. നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. സാധാരണ പൊടിയുപ്പും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. അതിനുശേഷം നമ്മുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ അത് കഴിഞ്ഞ ശേഷം ഒരു 2 വലിയ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പുളിപ്പിനനുസരിച്ച് വേണം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ. തക്കാളി ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്മാഷ് ആയ സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതായത് അര സ്പൂൺ വെച്ച് എടുത്താൽ 1 സ്പൂൺ എന്നുള്ള രീതിക്കാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞ് സ്പൂണിൻ്റെ അളവിലാണ് എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആ പച്ചമണം ഒന്ന് ലൈറ്റായിട്ട് മാറി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് സ്പൂണാണ് എന്നുള്ളത് കാര്യം ഓർക്കണം. പിന്നെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ഇങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ കറി നല്ലതുപോലെ കുറുകി കിട്ടാനുള്ള ഒരു ചാൻസസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആക്കും ഈ നെയ്യ് ആഡ് ചെയ്യുന്നത് കൊണ്ട്. നമുക്ക് കുക്കർ അടപ്പിട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ 2 വിസിൽ വരും. അതിനുശേഷം നമുക്ക് മുട്ട വേവിച്ച് വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് തന്നെ മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. നാടൻ മുട്ടയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. കറി ഓപ്പൺ ഒന്ന് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? കാണുമ്പോൾ തന്നെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പോൾ നമ്മുടെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്കിതിലേക്ക് നമ്മുടെ എഗ്ഗ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് എഗ്ഗ് ഒന്ന് കുത്തിയെടുക്കണം കേട്ടോ. ഞാൻ മോന് ഇത് കൊടുക്കുന്ന കാരണം ഞാനിത് എഗ്ഗ് ഫോർക്ക് യൂസ് ചെയ്തിട്ട് കുത്തിയെടുത്തിട്ടില്ല. നാടൻ മുട്ടയുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കറിയാണ് അല്ലേ? അപ്പോൾ ഒന്ന് തിള വന്നു. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഒരു കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മല്ലിയിലയും അതേപോലെ തന്നെ പുതിന ഇലയും കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ കസൂരി മേത്തി ലീവ്സ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, തികച്ചും ഓപ്ഷണലാണ്. എപ്പോഴും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ കസൂരി മേത്തിയുടെ ലീവ്സ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കടകളിലൊക്കെ കിട്ടുന്ന അതേ കറിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല മണവും അതേപോലെ തന്നെ വായിൽ ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്രത്യേകതരാണ് കേട്ടോ. എനിക്ക് വായിൽ വെള്ളം ഊറാൻ തുടങ്ങി. അപ്പം ഞാൻ എന്തായാലും പാത്രത്തിൽ സെർവ് ചെയ്തതിന് ശേഷം ഞാൻ ചപ്പാത്തിക്ക് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻസിലൂടെ പറയണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ ഉള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ചപ്പാത്തി ചൂടോടുകൂടെ തന്നെ നമ്മുടെ ഗ്രേവി കുക്കറിൽ നിന്ന് നമ്മൾ എടുത്ത് സെർവ് ചെയ്യാൻ പോവാണ്. വൈൽ ടെംപ്റ്റിംഗ് ആണ്. കുറച്ച് ഒരു കറി ഡിപ്പ് ചെയ്തിട്ട് ഒരു പീസ് മുട്ടയും കൂടെ കഴിക്കാൻ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. സംഗതി സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്